എന്നോട് കൂടെ ഇപ്പോൾ ഉള്ളത് തങ്കമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ക്രൈസ്തവ ആണ്, ഹൈന്ദവ സമൂഹത്തിൽ നിന്നാണ്. പക്ഷേ തിയോഫിനച്ചൻ്റെ അടുത്ത് എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വരും. വലിയ ഭക്തിയാണ് അമ്മച്ചിക്കും അമ്മച്ചിയുടെ അമ്മയ്ക്കും. വലിയൊരു അനുഗ്രഹം തിയോഫിനച്ചൻ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി തിയോഫിനച്ചനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അമ്മച്ചിയോട് ചോദിക്കുക, അമ്മച്ചി അച്ഛനെ എപ്പോഴൊക്കെ ചെറുപ്പത്തിലാണോ നേരിട്ട് കണ്ടത്? ചെറുപ്പത്തിലെന്ന് വെച്ചാൽ ഒരുവിധം പ്രായമായപ്പോൾ അന്നേരം ഇതൊന്നും ഇല്ല. അപ്പുറത്താണ് ഒരു ചെറിയ എന്തായിട്ട്. എങ്ങനെയാണ് ഇവിടെ വന്ന് അച്ഛനിലൊരു എങ്ങനെയാ വിശ്വാസത്തിലേക്ക് വന്നത്? ഈ വിഷം കൊടുത്തില്ലേ, വിഷം തീണ്ടിയില്ലേ അമ്മക്ക്, അച്ഛൻ എൻ്റെ അമ്മക്ക്. അമ്മച്ചിയുടെ അമ്മയ്ക്ക് വിഷം തീണ്ടി. അതോടുകൂടിയാണ് എനിക്ക്. അപ്പൊ എന്താ സംഭവിച്ച അന്ന് വിഷം പാമ്പ് കടിച്ചത്. എന്നിട്ട് അച്ഛൻ വെറ്റിനറിയിലാണ് മരുന്ന് കൊടുത്തത്. അച്ഛനടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആരാണ് പറഞ്ഞത് അച്ഛനടുത്ത് കൊണ്ടുവന്നോന്ന് പറഞ്ഞത്? ആരാണ്ട് പറഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ അച്ഛനിൽ ഇതുപോലെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ വേറൊരു പെണ്ണുമ്പോഴൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ അന്നേരം അതോടുകൂടി എനിക്ക് വിശ്വാസമായി. അമ്മയ്ക്കും അറിയാം. അന്നൊക്കെ 101 കൂടം വെള്ളമാണ് വരണം. അവരൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മേനെ ഞാൻ ഉറക്കിയില്ല. പിന്നെ 90 വയസ്സ് വരെ എൻ്റെ അമ്മ അത്ര നാള് പിന്നീട് അതിനുശേഷം ചേച്ചി എല്ലാ തിങ്കളാഴ്ച വരും. പ്രാർത്ഥിക്കാറുണ്ട്. അതൊന്നും ഇതൊന്നും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. ശരിയല്ലേ? ഇപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കും അല്ലേ? ഇപ്പോഴും അനുഗ്രഹം കിട്ടാറുണ്ടോ? ഓ ഉണ്ട്, പലതും കൊണ്ട് കിട്ടാറുണ്ട്. ഇപ്പൊ ചെറിയ കച്ചവടമാണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിംസ് എല്ലാവരും ഹിന്ദുവും ക്രിസ്ത്യാനിന്നുള്ള പേര് എന്തൊന്നുമില്ല. എല്ലാവരും ഒന്നുപോലെ തന്നെ. അച്ഛൻ്റെ കഞ്ഞി കുടിച്ചും എല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയും ചെയ്യും.